ഡിപ്രീസിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഉത്തരമാണ് തേയ്മാനം. അതായത് ഒരു അസറ്റ് ഉപയോഗിക്കുമ്പോൾ അത് വർഷാവർഷം അത് കേടുവരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഡിപ്രീസിയേഷൻ. അക്കൗണ്ടൻസിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷന് കുറച്ചുകൂടെ മീനിങ് നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് എന്തായാലും ഒരു വർഷത്തിൽ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ആ അസറ്റിന്റെ ഉപയോഗം നമുക്ക് കിട്ടുന്നത് ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്കാണ്. അപ്പൊ ആ ഫിക്സഡ് അസറ്റിന് വേണ്ടി നമ്മൾ ചെലവാക്കിയിട്ടുള്ള എമൗണ്ടും ഒറ്റയടിക്ക് P&L ചാർജ് ചെയ്യുന്നത് ശരിയല്ല. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം എത്ര വർഷമാണോ നമുക്ക് അതിന്റെ ഉപയോഗം കിട്ടുന്നത് അത്രയും വർഷത്തിലേക്ക് ആ എക്സ്പെൻസ് വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഫിക്സഡ് അസറ്റിന്റെ കോസ്റ്റിനെ പല വർഷങ്ങളിലായിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന പേരിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എല്ലാ വർഷവും ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുകയാണെങ്കിൽ ആ അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള പൈസ അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ ഇനി ആരെങ്കിലും ഡിപ്രീസിയേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്.